അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ തിരുജീവിതത്തിന്റെ നിഷ്ഠയും ചര്യയുമാണ്. അംബഹമാൻ ബനേതേ ഉസ് ഉൻകെ അർശ് പെ ജോ മെഹമാൻ ഹുവേ. വല്ലാത്ത ഒരു വികാരമാണ്, വല്ലാത്ത വാക്കുകളാണ്. അർശിൽ വരവേൽക്ക് നൽകപ്പെട്ട പുണ്യ നബിയുടെ വിരുന്നുകാരായി ഞങ്ങൾ മദീനയിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെത്തുമ്പോ നമ്മൾ അതിഥികളാണ്. നമ്മുടെ ആതിഥേയൻ സാധാരണക്കാരനായ ആതിഥേയനല്ല, പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാകട്ടെ അർശിലെ വിരുന്നുകാരനാണ്. അല്ലാഹുവിന്റെ അർശിലേക്ക് അല്ലാഹു വരവേൽപ്പ് നൽകി സ്വീകരിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹം മെഹമാൻ ബനെ ഥേ ഉൻകെ അർശ് പെ ജോ മെഹമാൻ ഹുവേ. ക്യോ ന കിസ്മത് പർ ഹോ നാസാ ജിൻകെ ആഖായേ സാഹേ. ഇത്ര വലിയ ഒരു നേതാവിന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു നായകന്റെ കാര്യത്തിൽ, ഇത്ര വലിയ ഒരു മാർഗദർശിയുടെ കാര്യത്തിൽ ആർക്കാണ് അഭിമാനം കൊള്ളാതിരിക്കുക? ദേഖ് കെ ജിസ്കോ ജി നഹീ ധർതാ ഷഹറെ മദീനായേ സാഹേ. കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ് മദീന പട്ടണം. ആങ്കോം കോ ജോ ठंडक बख्शा गुंबद खिजराए साहे. देख के जिसको जी नहीं धरता शहर मदीनाए साहे. കണ്ടാലും കണ്ടാലും മതിവരാത്ത അനുഭവമാണ്. ആ മദീന പട്ടണത്തിൽ വിരുന്നുകാരായി നമ്മൾ ചെന്നണഞ്ഞതാണ്. സ്വീകരിക്കാനെത്തിയ ആതിഥേയൻ പുണ്യ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരസ്പര ബന്ധങ്ങൾ കുറയുകയും, ഈ ലോകത്ത് ആളുകൾക്കിടയിൽ ബന്ധങ്ങളും കടപ്പാടുകളും കുറയുകയും, ധാർമ്മിക മൂല്യങ്ങൾക്ക് ക്ഷീണം പറ്റുകയും ചെയ്യുമ്പോൾ കമ്പോളത്തിന് വേണ്ടി, ഭോഗപരതയ്ക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, വ്യാപാരപരതയ്ക്ക് വേണ്ടി, വാണിജ്യരംഗത്തിന് വേണ്ടി ജീവിത മൂല്യങ്ങളെ കൊണ്ടുപോയിട്ട് ഹോമിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ഓർമ്മ പോലും പുണ്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം മദീനയിലെ ഒരു ജനാസയെ ഖബറടക്കുന്ന ചടങ്ങിൽ പുണ്യനബി പങ്കെടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനാസയുടെ ഖബറടക്കൽ ചടങ്ങിൽ ഖബറിന്റെ വക്കത്തിരുന്നു കൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നന്മ ഉപദേശിക്കുകയാണ്. ആ സമയത്തൊരു സഹോദരി വന്നുകൊണ്ട് അവിടുത്തെ ക്ഷണിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് നേരമായില്ലയോ? എന്റെ ക്ഷണം സ്വീകരിച്ചു വന്നാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് അണഞ്ഞാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചെറിയ ഭക്ഷണത്തിൽ പങ്കുകൊണ്ടാലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യ റസൂല് ആ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു. ആടുമാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി വെച്ചു. പുണ്യ റസൂലിന്റെ തിരുമുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വന്നെത്തിയ സഹാബത്തിന്റെ മുമ്പിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്റെ കൈ മാംസ കഷ്ണത്തിൽ വെച്ച നബി തന്റെ കൈ പിൻവലിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മിണ്ടാതിരുന്നു കൊണ്ട് ആതിഥേയായ തന്റെ സഹോദരിയായ വീട്ടുകാരിയോട് ചോദിക്കുന്നു, ഈ ആട് ഏതാടാണ്? ഇത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ ആടിനെ അറുത്തത്? എവിടെന്നാണ് ഈ ആടിനെ ലഭിച്ചത്? എങ്ങനെയാണ് ഈ സദ്യ ഒരുക്കിയത്? ആ സഹോദരി പറയാൻ തുടങ്ങി, അങ്ങിവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങേക്ക് ഭക്ഷണം കഴിപ്പിക്കണമെന്ന് തോന്നി, അങ്ങയെ സൽക്കരിക്കണമെന്ന് തോന്നി. അങ്ങാടിയിൽ